എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് ഇങ്ങനെ ഒരു കമൻറ്റിനകത്തൊരു കാര്യം ചോദിച്ചിരുന്നു, ദൈവത്തിൻ്റെ ഹിതം എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന്. അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, മുൻപേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന്. പിന്നെ എനിക്ക് തന്നെ തോന്നി, കാരണം 10-700 വീഡിയോ ഉണ്ട്, അതിനകത്ത് നിന്ന് എവിടെ പോയി തപ്പിപ്പിടിക്കാനല്ലേ. അതുകൊണ്ട് അത് നടക്കുന്ന കാര്യമല്ല, കുറേ ടൈം എടുക്കും. ഇനി അത് എവിടെയാണെന്നൊക്കെ ഞാൻ ഇനി കറക്റ്റ് അങ്ങനെ തന്നെയാണോ അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നതെന്നൊന്നും അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്നും കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാനായിട്ട് പറ്റുന്നത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്: ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവഹിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ദൈവഹിതം എന്താണ്? ദൈവഹിതം നന്മയാണ്. പിന്നെ എന്താണ്? അത് പൂർണ്ണതയുള്ളതാണ്, അല്ലേ? അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഹിതം നന്മയുള്ളതും പൂർണ്ണതയുള്ളതുമാണ്. അപ്പോൾ ഈ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. അപ്പം നന്മ, പ്രസാദം, പൂർണ്ണതയുള്ള ദൈവഹിതം. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു മാനസാന്തരത്തോടെ, ഒരു പുതുക്കത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ട് തയ്യാറാകണം. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, അല്ലേ, വചനപ്രകാരം എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊന്നും ആരും നമ്മൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്കറിയാം, പക്ഷേ നമ്മൾ പലപ്പോഴും ചെയ്യാത്തത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ ഒരു പുതുക്കത്തോടെ, ഒരു മാനസാന്തരത്തോടെ, ഒരു രൂപാന്തരത്തോടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? ദൈവം നമ്മൾക്ക് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയാകുമെന്ന് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിയുന്നതിന് മെയിനായിട്ട് ഞാൻ 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അതിൽ ഒന്ന് ഞാൻ പറഞ്ഞു, മാനസാന്തരം, അല്ലേ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ ദൈവഹിതമല്ലാത്ത സ്വഭാവങ്ങളും അങ്ങനെ ദൈവഹിതമല്ലാത്തതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റി ഒരു മനസ്സ് പുതുക്കിയുള്ള ഒരു രൂപാന്തരത്തിലേക്ക് നമ്മൾ കടന്നു വരുവാനായിട്ട് തയ്യാറാകണം. ഒന്ന്. ഇനി രണ്ടാമത്തതെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവമേ എന്ന് വെച്ചാൽ നമ്മൾ ഈ കാര്യം കാണാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന പ്രാർത്ഥനയല്ല, ഒരു റെഗുലറായിട്ടൊരു പ്രാർത്ഥനാ ലൈഫ് നമ്മളുടെ ജീവിതത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങയുടെ ഹിതം എനിക്ക് വെളിപ്പെടുത്തി തരണം. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും കർത്താവേ അങ്ങയുടെ ഹിതം മാത്രമേ നടക്കാൻ പാടുള്ളൂ. അങ്ങയുടെ ഹിതം മാത്രം എനിക്ക് വെളിപ്പെടുത്തി തരണം. അങ്ങേക്ക് ഹിതമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ എന്നെ അനുവദിക്കരുതേ എന്നും നമ്മൾ എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ എന്താണ് അത്? 1-2 ദിവസം കൊണ്ട്, ഞാൻ എപ്പോഴും പറയും, ഏത് റിസൾട്ടുകളും 1-2 ദിവസം കൊണ്ടല്ല സംഭവിക്കുന്നത്. അത് കുറച്ച് ടൈം എടുക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്തിരിക്കുവാനായിട്ട് തയ്യാറാകണം. ദൈവം അത് നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. ചിലപ്പോൾ പെട്ടെന്ന് വെളിപ്പെടുത്തി തരും, നമ്മളുടെ ഒരുക്കം പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തത് എന്താണ്? ഒന്നാമത്തത് മാനസാന്തരം, രണ്ടാമത്തത് പ്രാർത്ഥന. ഓക്കെ, ഇനി മൂന്നാമത്തത് എന്താണ്? നമ്മൾ വചനം വായിക്കണം. അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് പറ്റുന്നൊരു അബദ്ധം എന്താണെന്നറിയുമോ? ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കണ്ണടച്ചൊരു ബൈബിളിൻ്റെ ഭാഗം അങ്ങ് തുറക്കും. അത് ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യവുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ലാത്തതിൻ്റെ ഉത്തരമായിരിക്കും ചിലപ്പോൾ അവിടെ കിടക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ ബൈബിൾ വായിക്കേണ്ടത്. അങ്ങനെയല്ല ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെയും സംസാരിക്കും. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ ദൈവം അങ്ങനെയും സംസാരിച്ചെന്നിരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെഗുലറായിട്ട് നമ്മൾ ബൈബിൾ വായിക്കണം, അല്ലേ? ആ ഒരു ശീലം നമ്മൾക്ക് ഉണ്ടാകണം. എന്നിട്ട് റെഗുലറായിട്ട് നമ്മൾ വായിച്ച് തുടങ്ങുന്നത് തന്നെ നമ്മൾ വായിച്ചുകൊണ്ട് അങ്ങ് മുൻപോട്ട് പോവുക. എന്നിട്ട് ദൈവം ഇപ്പോൾ ഒരു അധ്യായം വായിച്ചു, സംസാരിക്കുന്നില്ല. രണ്ടാമത്തെ അധ്യായം വായിക്കുക, സംസാരിക്കുന്നില്ല. മൂന്നാമത്തെ അധ്യായം വായിക്കുക, ചിലപ്പോൾ അതിനകത്തായിരിക്കും എൻ്റെ ക്വസ്റ്റ്യനുള്ള മറുപടി കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വചനം വായിച്ച വചനത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായം, ചിലപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിനകത്ത് തന്നെ ഉണ്ടാകും, ചിലപ്പോൾ 2-നകത്തായിരിക്കും, ചിലപ്പോൾ 3-നകത്തായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് എവിടെയാണോ വായിച്ചു തുടങ്ങുന്നത് അത് തന്നെ വായിച്ചങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ അവിടെ നിന്ന് എവിടുന്നെങ്കിലും ദൈവം നമ്മളോട് ആ വചനത്തിലൂടെ സംസാരിക്കുവാനായിട്ട് ഇടയാകും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് നാലാമത്തത് പ്രവാചകന്മാരെ വിളിക്കുക. എന്ന് വെച്ചാൽ പ്രവാചകന്മാരോ പ്രവാചികമാരെയോ വിളിക്കുക. അവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഈ പ്രവചനം പറയുന്നയാൾ ദൈവത്തിൻ്റെ ആത്മാവിലാണോ പറയുന്നതെന്നും നമ്മൾക്ക് യാതൊരു നിശ്ചയവുമില്ല. അതുകൊണ്ട്
വളരെ കെയർഫുള്ളായിട്ട് ആ ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കാവുള്ളൂ. കാരണം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്, ഇവർ വല്ല പൊട്ടത്തെറ്റും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ ബുദ്ധി കൊണ്ട് ഇവർ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതാകെപ്പാടെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനി തന്നെ മാറ്റപ്പെടുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്താ പറയുക, പ്രവാചകനെ വിളിക്കുന്നതിന് മുൻപേ ആണെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ അവരുടെ ബുദ്ധി കൊണ്ടൊരാലോചന അവർ പറയുവാനായിട്ട് ഇടവരുത്തരുത്, ദൈവം തന്നെ സംസാരിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ അവരിലൂടെ സംസാരിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളുടെ വിഷയം നമ്മൾ അങ്ങോട്ട് പറയണ്ട. അങ്ങോട്ട് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ അത് ബുദ്ധിയുമായിട്ട് ഇങ്ങനെ എന്താ പറയുക, മിങ്കിൾ ചെയ്തിട്ടായിരിക്കും പിന്നെ അവർ ഉത്തരം പറയുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങോട്ട് പറയണ്ട. നമ്മൾ ചോദിക്കുന്നത് ആരോടാ? പ്രവാചകനോടല്ല ചോദിക്കുന്നത്, പ്രവാചകനിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഹൃദയത്തെയും ഉൾപ്പൂവുകളെയും ഒക്കെ അറിയുവാനായിട്ട് പറ്റും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായ ഉത്തരം നമ്മൾക്ക് പറഞ്ഞു തരുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് പ്രവാചകന്മാരുടെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ദർശനത്തിലൂടെയും സ്വപ്നത്തിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഇടയാകും. അതിന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേയും ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ഒക്കെ അങ്ങനെയോടൊന്ന് സംസാരിക്കുവാനായിട്ട് ഇടയാകണമേ എന്നും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ പലർക്കും ഈ ദർശനം എന്താണ്, സ്വപ്നം എന്താണെന്ന് ഒരു കൺഫ്യൂഷൻ വരുവാനായിട്ട് ചാൻസ് ഉണ്ട്. സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കത്തിൽ നമ്മൾ കാണുന്നതാണ് സ്വപ്നം. ഓക്കെ, ദർശനം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്നില്ല, എന്നാൽ ചിലപ്പോൾ ഒരു ചെറിയ മയക്കം വന്നിട്ട്, അത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും ഒരു ചെറിയ മയക്കം വന്ന് നമ്മളിങ്ങനെ ഒരു അല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു ദർശനം കാണും, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാണും. അതിനെയാണ് ദർശനം എന്ന് പറയുന്നത്. സ്വപ്നം ഉറക്കത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ദർശനത്തിലൂടെ സ്വപ്നത്തിലൂടെ അങ്ങനോട് സംസാരിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെയും ഉണ്ട് വേറെ ഇവിടെയും നമ്മൾ പേടിക്കേണ്ട വിഷയമുണ്ട്. ഈ പിശാചും ഈ രണ്ട് വിധത്തിലും പ്രവർത്തിക്കും. ഏതും സ്വപ്നവും ദർശനവും ഒക്കെ പിശാചും കാണിക്കുവാനായിട്ട് ഇടയാകും. ആദ്യത്തേത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവവുമായിട്ട് നമ്മൾക്കൊരു ആത്മബന്ധമുണ്ടെങ്കിൽ എന്താണ്, ഒരു പിശാചും അവൻ്റെ സ്വപ്നങ്ങളും ദർശനങ്ങളുമായിട്ട് ഒരു ദൈവവേദനൻ്റെ അടുത്തോട്ട് വരത്തില്ല. അത് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും അങ്ങനോട് സംസാരിക്കണം. എന്നാൽ ഒരു പൈശാചിക ദർശനങ്ങളോ പൈശാചിക സ്വപ്നങ്ങളോ കാണുവാൻ ദൈവം അനുവദിക്കരുത് എന്നും പ്രാർത്ഥിക്കണം. പിന്നെ നമ്മളതിനെ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ ഒരു പൈശാചിക സ്വപ്നങ്ങളോ പൈശാചിക ദർശനങ്ങളോ എൻ്റെ ജീവിതത്തിൽ കടന്നു വരാത്തവണ്ണം, എൻ്റെ ബുദ്ധിയിലേക്ക് കടന്നു വരാത്തവണ്ണം യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ ഞാനതിനെ ബ്ലോക്ക് ചെയ്യുന്നു, അതിൻ്റെ വഴികളെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടും നമ്മളതിനെ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുവാനും നമ്മൾ തയ്യാറാകുക. അപ്പോൾ ഇങ്ങനെ ഇതിപ്പം ഞാനൊരു മെയിനായിട്ട് ഒരു 5 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഇനി ഇതൊന്നുമല്ല, ദൈവത്തിന് പല മെത്തേഡുകളുണ്ട് കേട്ടോ. നമ്മൾ ഏലിയ പ്രവാചകൻ്റെ കാര്യം എടുത്തപ്പോൾ അങ്ങനെയാണ്, കാക്കയിലൂടെയാണ് പുള്ളിക്കാരൻ എന്ത് കൊടുത്തത്? ഭക്ഷണവും അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുത്തത്. ഇനി അത് കഴിഞ്ഞിട്ട് ചെടിയുടെ ചൂട്ടിൽ കിടന്നപ്പോഴും കാക്കേനെയും അയച്ചില്ല, വിധവേനെയും അയച്ചില്ല. അവിടെ ആരെ അയച്ചത്? അവിടെ ദൂതൻ ഇറങ്ങി വന്നു, ദൈവം ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അവിടെ ഒരു വ്യക്തി ഇറങ്ങി വരുവാനായിട്ടിടയായി. ഓർക്കുക, അതുകൊണ്ട് ദൈവത്തിൻ്റെ സംസാരം എന്ന് വെച്ചാൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പല മെത്തേഡുകളിലൂടെ ആയിരിക്കും. ചിലപ്പോൾ ദൈവത്തിൻ്റെ സൗണ്ട് നമ്മളെ കേൾപ്പിക്കും. ദൈവം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ നമ്മളോട് സംസാരിക്കും. അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ മെത്തേഡുകൾ പലതാണ്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു 5 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തതാണ് പ്രധാനം. എന്ത്? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ ആ ഒരു ഹിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതം എന്താണ്? ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് അത് പൂർണ്ണതയുള്ളതാണ്, അല്ലേ? അത് പ്രസാദമുള്ളതാണ്, അത് നമ്മൾക്ക് നന്മയായിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം. അപ്പോൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും നമ്മൾ എന്താണ് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അത് നന്മയാണ്, ദൈവിക പ്രസാദമുള്ളതാണ്, പിന്നെ എന്താണ്? അത് പൂർണ്ണതയുള്ളതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ ഈ 5 കാര്യങ്ങളിലൂടെയാണ് കോമൺ ആയിട്ട് ദൈവം സംസാരിക്കുന്നതിന്. അല്ലാതെ മെത്തേഡുകളുമുണ്ട്. ഓക്കെ, അത് നമ്മൾക്ക് അറിഞ്ഞുകൂടെ. ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ. എങ്ങനെയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങനോടൊന്ന് ഇടപെടുമാറാകണം, അങ്ങയുടെ ഹിതം എനിക്ക് വെളിപ്പെടുത്തി തരുമാറാകണമെന്നും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക. അപ്പോഴെന്താണ്? ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ദൈവം നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഇടയാകും. അല്ലാതെ നമ്മളുടെ പ്രാർത്ഥന കേൾക്കാതെ നമ്മൾ എതിലെങ്കിലും പോയെന്ന് പറഞ്ഞു വിടുന്ന ഒരു ദൈവമല്ല നമ്മളുടെ ദൈവം. ആ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉത്തരവാദിത്വമുണ്ട്, ആ ദൈവത്തിന് നമ്മളെക്കുറിച്ച് കൺസേൺ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ആ ദൈവം നമ്മൾക്ക് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയാകും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.